നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മഹാരത്ന കമ്പനിയായ പവർ ഗ്രിഡ് കോർപ്പറേഷനിലെ ഫീൽഡ് സൂപ്പർവൈസർ, ഫീൽഡ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 1543 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. വിവിധ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചുകൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നവരെ ഓർത്തിരിക്കാം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളം അടങ്ങുന്ന സദേൺ റീജിയനിൽ 61 വേക്കൻസികളുണ്ട്. അപ്പോൾ കേരളത്തിലും ജോലി അവസരം ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് പവറിന് കീഴിലുള്ള ഒരു മഹാരത്ന പൊതുമേഖലാ സ്ഥാപനം, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്നുള്ളത്. പവർ ഗ്രിഡിൽ 1543 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 2 വർഷത്തേക്കോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് തീരുന്നവരായിരിക്കും തുടക്ക നിയമനം. എന്നാൽ പിന്നീട് സ്ഥിരം ഒഴിവുകളിലേക്ക് ഈ ഫിക്സഡ് ടൈം എംപ്ലോയീസിൽ നിന്നും സെലക്ഷനുള്ള അവസരങ്ങളുണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. മികച്ച ശമ്പളത്തോട് തന്നെയാണ് ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കുക എന്ന കാര്യം കൂടിയുണ്ട്. 2 വർഷത്തേക്കാണ് നിയമനം എങ്കിലും ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഉയർന്ന പ്രായപരിധി 29 വയസ്സാണ്. അത് സെപ്റ്റംബർ 17, 2025 അടിസ്ഥാനമാക്കിയാണ്. SC/ST-കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രീമിലുള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വേക്കൻസികൾ പറയാം. ഫീൽഡ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അതാത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ 55% മാർക്കോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദം, BE അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech ബിരുദവും അതോടൊപ്പം 1 വർഷത്തെ പ്രവൃത്തി വരെയും, പ്രത്യേകിച്ച് പവർ മേഖലയിലുള്ളതാണെങ്കിൽ അവർക്കൊരു പ്രിഫറൻസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പവർ സെക്ടറിലുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ. അതുപോലെ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചുകൾ ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ് 2 ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്കും മാത്രമേ ഫീൽഡ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അവസരമുള്ളൂ. ഫീൽഡ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത 55% മാർക്കോടുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. അതിലേക്ക് ഇലക്ട്രിക്കൽ ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. 3 ബ്രാഞ്ചുകളുണ്ട്. ഈ ബ്രാഞ്ചുകളുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 55% മാർക്കോടെയുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സിവിലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ ഉണ്ടായിരിക്കണം. അതോടൊപ്പം 1 വർഷം പവർ സെക്ടർ ഫീൽഡിലുള്ള പ്രവൃത്തി പരിചയം നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് ശമ്പളം പറയുകയാണെങ്കിൽ ഫീൽഡ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് 30,000 മുതൽ 1,20,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. CTC ഏകദേശം 9 ലക്ഷത്തിനടുത്ത് ലഭിക്കും. പ്രതിവർഷം 9 ലക്ഷത്തിനടുത്ത് സാലറി ലഭിക്കും. ഫീൽഡ് സൂപ്പർവൈസർ ആണെങ്കിൽ 23,000 മുതൽ 1,05,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അവർക്കും പ്രതിവർഷം 6.8 lakhs ശമ്പളമായിട്ട് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ശമ്പളം ഉണ്ടെന്നറിയാൻ മനസ്സിലാക്കുക. അതോടൊപ്പം HRA മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിലേക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് ടൈം ഇങ്ങനെയുള്ള എംപ്ലോയീസിന് അവർക്ക് റെഗുലർ എംപ്ലോയീസ് ആകാൻ ഇവരിൽ നിന്നും സെലക്ഷൻ പ്രോസസ്സിനുള്ള അവസരമുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പവർ ഗ്രിഡിൻ്റെ സ്ഥിരം എംപ്ലോയി ആയിട്ട് മാറുവാനായിട്ട് അവസരം ഉണ്ട് എന്ന കാര്യം. ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും പവർ ഗ്രിഡിൻ്റെ വെബ്സൈറ്റായ https:/www.powergrid.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് ഇതിനകത്തേക്ക് വേണ്ട ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെയുള്ള അപേക്ഷാ ഫീസ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് 400 രൂപയും, ഫീൽഡ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് 300 രൂപയാണ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർ, എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സുകൾക്കൊന്നും ഫീസ് കൊടുക്കേണ്ടതില്ല. ബാക്കി എല്ലാവരും 400 രൂപ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കും സൂപ്പർവൈസർ പോസ്റ്റിലേക്കും 300 രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം. എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നത്? സെലക്ഷൻ പ്രോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ടെസ്റ്റ് സെൻറ്ററുകൾ കേരളത്തിൽ സെൻറ്ററുകളില്ല. നമ്മുടെ ഏറ്റവും അടുത്തുള്ള സെൻറ്റർ ബാംഗ്ലൂരാണ്. സെൻറ്ററുകൾ ഞാൻ പറയാം: ഡൽഹി, ഭോപ്പാൽ, കൊൽക്കത്ത, ബാംഗ്ലൂരു, മുംബൈ, ഗുവാഹട്ടി എന്നീ 6 സെൻറ്ററുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുത്തുള്ള സെൻറ്റർ ബാംഗ്ലൂരാണ്. കേരളം അടങ്ങുന്ന സദേൺ റീജിയനിൽ 61 വേക്കൻസികളുണ്ട്. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, കർണാടകത്തിന് കുറേ ഭാഗങ്ങൾ എന്നിവയാണ് ഈ റീജിയനിൽ വരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നെ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നതായിട്ട് നമുക്ക് നോക്കാനായിട്ട് https:/www.powergrid.in സൈറ്റിൽ പോവുക. അതിലേക്ക് കരിയർ സെക്ഷൻ പോവുക, ജോബ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഓപ്പണിങ്സ് കൊടുക്കുക. എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേണ്ട ഡീറ്റെയിൽസ് കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള അവസരം പരമാവധി പരിചയപ്പെടുത്തുക. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 2 വർഷത്തേക്കായിരിക്കും തുടക്ക നിയമനം. എങ്കിലും പിന്നീട് സ്ഥിരം നിയമനം ലഭിക്കാനുള്ള അവസരങ്ങൾ ഇതിൽ ഇങ്ങനെ ഫിക്സഡ് ടൈം എംപ്ലോയി ആയിട്ട് കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ട്. പവർ ഗ്രിഡിൻ്റെ സ്ഥിരം എംപ്ലോയി ആകാനുള്ള അവസരം ഉണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ താല്പര്യമുള്ള അവസരം പരമാവധി പരിചയപ്പെടുത്തുക, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട്, ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.